ബന്ധപ്പെട്ടാൽ ഭ്രാന്തുള്ള കുട്ടി, ഇങ്ങനെ സമയം നോക്കി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ചുരുക്കത്തില് ഇവരുടെ എല്ലാ വിഷയങ്ങളിലും ലൈംഗികതയാണ് കയറി വരുന്നത്. ഉദാഹരണം പറയാൻ പോലും ഇവരെടുക്കുന്നത് ലൈംഗികതയാണ്. അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളിലും വർഗീയമായ ചേരിതിരിവ്, മതം, ലൈംഗികത ഇതെല്ലാം കയറി വരുന്നു. അതുകൊണ്ടാണ് ബാലുശ്ശേരിമാർ പിറവിയെടുക്കുന്നത്. 5 വയസ്സുള്ള കുഞ്ഞിനെ കാണുമ്പോൾ പുരുഷന്റെ ശരീരത്തിലുള്ള ഹോർമോൺ അവനോട് പറയുമത്രേ, പെണ്ണെ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഒരു ഇറച്ചി കഷ്ണമാണ് നീ. PC ജോർജിനെതിരെ കേസെടുത്തവർ എന്തുകൊണ്ടാണ് 5 വയസ്സുള്ള കുഞ്ഞിൽ പോലും ലൈംഗികത ആരോപിച്ച ഈ ബാലുശ്ശേരിയെ പോലെ ഉള്ളവരെ കയറൂരി വിട്ടത് എന്തുകൊണ്ടാണ്? അതും നമ്മൾ ചിന്തിക്കണം. അപ്പോൾ മുസ്ലിം വേട്ട എന്ന് പറഞ്ഞ് മതേതര തൊഴിലാളികൾ ഇറങ്ങും. ഇവർക്കിടയില് കൊല്ലുന്നവർക്ക് ഹീറോ പരിവേഷമാണ്. അള്ളാഹുവും അവാർഡുകൾ നൽകുന്നത് ഏറ്റവും കൂടുതൽ തലവെട്ടിയവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് തന്നെയാണ്. കൂടുതൽ തലവെട്ടിയവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അവാർഡുകൾ, പ്രത്യേകമായിട്ടുള്ള റിവാർഡുകൾ തന്നെയാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വർഗം, കൂടുതൽ ഹൂറി, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടാനുണ്ടല്ലോ. ചെറുപ്പം മുതലേ മറ്റൊരു സാമൂഹിക സാഹചര്യത്തിൽ ഇടപെടാൻ ഈ കുഞ്ഞിനെ അനുവദിക്കുന്നേയില്ല. നമ്മുടെ മഞ്ചേരിയില് ഒരു അച്ഛനുണ്ട്, എന്താണ് അച്ഛന്റെ പേര്, അലവി അച്ഛൻ. അദ്ദേഹം ചെറിയ പ്രായത്തില് പുസ്തകത്തിനകത്ത് വെച്ച് ബൈബിൾ വായിച്ചു എന്ന കുറ്റത്തിന് വാപ്പ കാലടിച്ചൊടിച്ചു. വെറുതെ ഒടിച്ചതല്ല, ആ കാല് അദ്ദേഹത്തിന് ഇന്നും സ്വാധീനമല്ല. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 65-70 വയസ്സുണ്ടാകും. ആ കാല് അദ്ദേഹത്തിന് അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളാണ്. എവിടൊക്കെ കൊണ്ടുപോയിട്ടും ആ കാല് പിന്നീട് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. ബൈബിള് വായിക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം ബൈബിള് വായിച്ചു എന്നുള്ളൊരു ഒറ്റ കാരണത്താൽ, അതാ ഞാൻ പറഞ്ഞത്, പൊതുവിലുള്ള ഒരു സാഹചര്യങ്ങളിലും ഇടപെടാൻ നമ്മളെ അനുവദിക്കില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ മുടി ഇങ്ങനെ വകുപ്പെടുത്ത് 2 ഭാഗമായിട്ട് ചീകി വെക്കുന്ന ഒരു രീതിയാണ്. വേണ്ട, അങ്ങനെയുള്ളവർ നരകത്തിലേക്ക് പോകും. ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വര വരുമല്ലോ, അതുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തലേന്ന് തട്ടമൊന്ന് പോട്ടെ, വേണ്ട, ഒരു പൊട്ടു അത് പറ്റില്ല, കണ്ണെഴുതി പറ്റില്ല, പെർഫ്യൂം വേണ്ട, പൗഡർ വേണ്ട, കുപ്പിവള വേണ്ട, ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളിലും ഈ കുഞ്ഞിനെ നിയന്ത്രിക്കുന്നത് മതമാണ്. ഇനി പൊതുമേഖലകളിൽ ഒന്നും ഇടപെടാൻ അനുവദിക്കില്ല എന്നു മാത്രമല്ല, ജോലി സംബന്ധമായോ മറ്റ് സാഹചര്യത്തിലോ ഒക്കെ ഈ മതത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ച് പുറത്തു വരുമ്പോൾ മാത്രമാണ് കുറച്ചെങ്കിലും ഒരു പൊതുബോധം അവന്റെ മനസ്സിലുണ്ടാകുന്നത്. പിന്നീട് മതത്തെക്കുറിച്ച്, മതവിമർശനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗമെന്ന മായാജാലത്തിൽ മുങ്ങിയ അവരുടെ മനസ്സിൽ നിന്നും മറ നീക്കി 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 പുറത്തു വരും. 2 പെൺകുട്ടികളില്ലേ ഇപ്പോൾ, സ്വവർഗ അനുരാഗികളായ 2 പെൺകുട്ടികൾ. അവർക്ക് സ്വർഗം കൊടുക്കാനും, നിങ്ങൾക്ക് മരിക്കണ്ടേ, നിങ്ങൾക്ക് പരലോകം വേണ്ടേ, നിങ്ങൾക്ക് ഗർഭിണികളാകണ്ടേ, നിങ്ങൾക്ക് പ്രസവിക്കണ്ടേ, നിങ്ങൾക്കൊരു പുരുഷന്റെ സുഖമറിയണ്ടേ തുടങ്ങി ഒട്ടനവധി കമന്റുകളും വീഡിയോകളും കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടി പൊതുബോധം നേടുന്നതിനനുസരിച്ച് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം, എന്റെ രാജ്യം എനിക്ക് ചില മനുഷ്യാവകാശങ്ങൾ നൽകുന്നുണ്ട്, അതിൽ ആ കുട്ടി ബോധവതിയാകും. അപ്പോൾ അതിന്റെ അവകാശങ്ങളെ സംബന്ധിച്ചത് സംസാരിക്കും. അതൊന്നും പാടില്ല. അതുകൊണ്ടാണ് ഈ ചെറിയ പ്രായത്തിലെ ഈ മതവിഷം ഈ കുട്ടിയുടെ തലച്ചോറിലേക്ക് ഇവർ ഇൻജെക്ട് ചെയ്തു കൊടുക്കുന്നത്. ശരിക്ക് ഈ മതത്തിന്റെ ചട്ടക്കൂടുകൾ പൊട്ടിച്ച് പുറത്തു വരുന്നവർ അനുഭവിക്കുന്ന യാതനകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ ഇങ്ങനെ ഉറക്കെ ഈ മതത്തെ വിമർശിച്ചിട്ട് ഈ മതമാകുന്ന പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ആളുകളെ കൈപിടിച്ച് കയറ്റാൻ ശ്രമിക്കുന്ന മേഖലയിൽ ഞങ്ങൾ നേരിടുന്നത് എന്തെല്ലാം തരത്തിലുള്ള ഭീഷണികളും വെല്ലുവിളികളുമാണെന്ന് നിങ്ങൾക്കറിയാമോ? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് സ്വസ്ഥമായി ഒന്ന് യാത്ര ചെയ്യാൻ പോലും പറ്റുന്നില്ല. മക്കളെ വളർത്തി സ്വസ്ഥമായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളുമായി ഒരു ഔട്ടിങ്ങിന് പോകാൻ പറ്റുന്നില്ല, ഒരു ഷോപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല. അത്രമാത്രം പ്രയാസങ്ങള്, അത്രമാത്രം സങ്കീർണതകളിലൂടെ നടന്നു പോയിട്ടും ഞങ്ങൾ ഈ മതത്തിന്റെ വിഷം എന്താണ്, ഈ മതത്തിലെ തീവ്രവാദങ്ങൾ എന്താണ് എന്ന് നിങ്ങളോട് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഇനിയെങ്കിലും ഈ പൊട്ടക്കുഴിയിലേക്ക് ആളുകൾ വന്ന് വീഴാതിരിക്കാനാണ്. ഇതിൽ പെട്ടവര് തന്നെ ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ വേണ്ടി ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടാ പറയുന്നത്, ഇനിയും മതത്തിൽ നിന്നും പുറത്തു വരുന്ന ആളുകളും വലിയ ഭീഷണികൾ തന്നെയായിരിക്കും നേരിടുന്നത്. 12-13 വർഷം
മതം പഠിച്ച അസ്കർ അലി എന്ന് പറയുന്ന യുവാവ് വധഭീഷണി, വധശ്രമം നേരിട്ടത് സ്വന്തം മാതാപിതാക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ മതത്തിൽ നിന്നും പുറത്തു വരുന്നവരെ ഇവർക്ക് ഭയമാണ്. കാരണം അവര് പലതും പുറത്ത് പറഞ്ഞു പോകും. അസ്കർ അലി ഹുദവി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഒരു ഉസ്താദ് വന്നിട്ട് എനിക്ക് കുറെ കുടുംബ പ്രശ്നങ്ങളുണ്ട്, കുട്ടികളെ നഗ്നമായി കിടത്തി, എത്ര വയസ്സ്, 20, 18, 19 വയസ്സുള്ള കുട്ടികളെ നഗ്നമായി കിടത്തി അവരുമായിട്ട് ബന്ധപ്പെടാനാണത്രേ സാറ് പറഞ്ഞത്, ഉസ്താദിനോട് ഡോക്ടർ പറഞ്ഞത്. അത്തരത്തിൽ പ്രയാസത്തിൽ അകപ്പെടുത്തിയിട്ട് കുഞ്ഞുങ്ങളെ ലൈംഗികപരമായി ദുരുപയോഗം ചെയ്യുന്ന അധ്യാപകരുടെ കാര്യങ്ങൾ പുറം ലോകം അറിയും. അതിനേക്കാൾ ഏറ്റവും നല്ലത് അവരെ മതം വിടാൻ അനുവദിക്കരുത്. ഈ കുട്ടി വിളിച്ച മുദ്രാവാക്യത്തിൽ എനിക്കൊരു അത്ഭുതവും തോന്നിയിട്ടില്ല. കാരണം തീവ്ര മുസ്ലിം വർഗീയവാദികളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഈ കുട്ടി വിളിച്ചു പറഞ്ഞത്. 2 വർഗീയ ശക്തികൾ ഒന്നിനെ എതിരിടാൻ ഒന്നിനെ മാത്രം ഒരു വിഭാഗം ആളുകൾ വിമർശിക്കുമ്പോൾ മറ്റേത് വളർന്ന് അതുപോലെ എത്തുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നേയില്ല. ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചു എന്നവര് പറഞ്ഞില്ലേ? ഞങ്ങൾ നിങ്ങളുടെയൊക്കെ കാലന്മാരാണെന്ന് പറഞ്ഞില്ലേ? ഇത് സാക്ഷര കേരളത്തിന്റെ മുദ്രാവാക്യമായിരുന്നു. സാക്ഷര കേരളത്തെ ഇവര് പഠിപ്പിക്കുകയാണ്, ഞങ്ങൾ നിന്റെയൊക്കെ കാലന്മാരാണ്. ഒരു കൊച്ചു കുഞ്ഞ് വിളിച്ചു പറയുന്ന മുദ്രാവാക്യം കേട്ടിട്ട് അതേറ്റു പറയുന്ന ഒരു പറ്റം വലിയ കാളകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. കാരണം കാളയുടെ പുറത്താണല്ലോ കാലൻ വരേണ്ടത്, പോത്തിന്റെ പുറത്തല്ലേ, പോത്തിന്റെ പുറത്ത് പോത്തുകൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. പബ്ലിക്കിൽ ഇറങ്ങി ഈ SDPI പോലെയുള്ള സംഘടന പുറത്തിറങ്ങി മുദ്രാവാക്യം വിളിക്കുമ്പോൾ, അത് ഏറ്റു പറയുമ്പോൾ ആ സംഘടനാ നേതൃത്വത്തിന് ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ല എന്ന് വിശ്വസിക്കാൻ എന്റെ തലയ്ക്കകത്തോളമല്ല, തലച്ചോറ് തന്നെയാണ്. അവര് പ്രീ പ്ലാൻഡ് ആയിരുന്നു. ആ കുട്ടിയുടെ പിതാവടക്കം 2-3 പേരെ തീവ്രമായി പരിശീലിപ്പിച്ച് പഠിപ്പിച്ച മുദ്രാവാക്യമാണ് ആ കുട്ടിക്കാലന്റെ നാവിൽ നിന്നും പുറത്തു വന്നത്. അത്രയും. എന്നിട്ട് ഈ കുട്ടി പാടുന്നത് ഏറ്റു പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, അവരെ നോക്കി പുച്ഛത്തോടെ പരിഹാസത്തോടെ പൊട്ടിച്ചിരിക്കാനാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവര് വിളിക്കുന്ന മുദ്രാവാക്യത്തില് ഇവര് ഭയങ്കര ധീരന്മാരാണ്. ഇവരെന്താ പറയുന്നത്? ഞങ്ങൾ നിന്റെയൊക്കെ കാലന്മാരാണ് എന്നാണ്. പക്ഷേ ഇവരുടെ കാലന്മാർ എവിടെയോ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിനെയും മറക്കരുത്. ഇനിയും ഇവരിങ്ങനെ ഭയങ്കര ധീരമായി മുദ്രാവാക്യം വിളിച്ചല്ലോ. ഇനി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഇവർക്ക് എന്തൊന്നിനെയാണ് പേടിയില്ലാത്തത്? ഇവർക്ക് ആശയപരമായി സംവദിക്കാൻ ഇവർക്ക് ഭയമാണ്. ഖുർആൻ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ ഇവർക്ക് ഭയമാണ്. ഹദീസുകൾ പറഞ്ഞുകൊണ്ട് സംവദിക്കാൻ ഇവർക്ക് ഭയമാണ്. ഒരു പെണ്ണിനോട് സംവദിക്കാൻ ഇവർക്ക് ഭയമാണ്. ചോദ്യോത്തര വേദികളിൽ പങ്കെടുക്കുമ്പോൾ ഇവർക്ക് ഭയമാണ്. 2 വർഷം മുമ്പ് ജനകീയ കോടതി എന്ന ഒരു പ്രോഗ്രാമില് ഞാനും ഷുഹൈബുൽ ഹൈത്തമി എന്ന് പറയുന്ന ഒരാളും തമ്മിൽ ഏറ്റുമുട്ടി. ഞാൻ ഖുർആൻ വചനങ്ങൾ എനിക്ക് കിട്ടിയ ഓരോ അവസരങ്ങളിലും ഞാൻ ഖുർആനും ഹദീസും എടുത്തിട്ട് കൊടുത്തു അവർക്ക്. പക്ഷേ എനിക്കെതിരെ വന്ന ആൾ ഖുർആനിലേക്ക് കടന്നതേയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, കടന്നാൽ താൻ പരാജയപ്പെട്ടു പോകും. ഹദീസിലേക്ക് കടന്നതേയില്ല. കാരണം ഇസ്ലാമിക പ്രമാണങ്ങൾ ആർക്ക് മുമ്പിലും വെക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് പറ്റാത്തത്. അതുകൊണ്ട് ആ ചാനൽ ഡിബേറ്റ് ഇന്നും പുറത്തു വിട്ടിട്ടില്ല. കാരണം ആ ചാനൽ ഡിബേറ്റിൽ ജാമിദ പറഞ്ഞ ചില വസ്തുതകൾ കാരണം അയ്യോ ഇസ്ലാം അങ്ങ് തകർന്നു പോകുമോ എന്നവര് ഭയന്നു പോയോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരങ്ങനെ തന്നെയാണ് സമൂഹത്തെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഡിബേറ്റ് ഇന്നും പുറം ലോകം കാണാത്തത്. ഇനിയും പന്നിയെ അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ട് രക്ഷപ്പെട്ട ഭൂമിയിലെ ഒരേ ഒരു ജീവി പന്നിയാണ്. പന്നിയെ പേടിയാണ്, പട്ടിയെ പേടിയാണ്, പല്ലിയെ പേടിയാണ്. പാട്ടുപാടാൻ പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, എന്തിനേറെ പെണ്ണ് പെർഫ്യൂം ധരിച്ചാൽ പോലും ഇവർക്ക് പേടിയാണ്. പ്രവാചകന്റെ ഒരു കാർട്ടൂൺ ചിത്രം വരച്ചാൽ ഇവർക്ക് ഭയമാണ്. വിദ്യാഭ്യാസം പേടിയാണ്. കാരണം ലാ തക്തുബൂഹുന്നൽ കിതാബത, പെണ്ണുങ്ങളെ നിങ്ങൾ അക്ഷരം പഠിപ്പിക്കരുത്, അവരെ നിങ്ങൾ അല്ലിമൂഹുന്നൽ ഖയാത്തുത, അവരെ നിങ്ങൾ തുന്നൽ പഠിപ്പിക്കണം. വലാ തുസ്കിനൂഹുന്നൽ ഖുസൂറ, അവരെ നിങ്ങൾ വാർക്ക വീടുകളിൽ താമസിപ്പിക്കരുത്. എല്ലാത്തിനും അവർക്ക് ഭയമാണ്.
ഒരാൺ ഡോക്ടറെ കാണരുത്, ഭയമാണ്. ആണിനെയും പെണ്ണിനെയും ഒറ്റ ക്ലാസ്സിനകത്തിരുന്ന് പഠിപ്പിക്കരുത്, ഭയമാണ്. പ്രാർത്ഥിക്കാതെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പ്രാർത്ഥിക്കാതെ കക്കൂസിൽ കയറരുത്. കക്കൂസിൽ കയറുമ്പോൾ ഇടത് കാല് വെച്ച് തന്നെ കയറണം, അല്ലെങ്കിൽ പിശാച് നമ്മുടെ തലച്ചോറിനെ മതിച്ചു കളയുമെന്ന ഭയം. അപ്പോ ബാത്റൂമിലേക്ക് കയറിയിട്ട് അപ്പിയിടാനിരിക്കുമ്പോൾ ഇടത് കാലിൽ നാട്ടി വേണം ഇരിക്കാൻ. ഇനിയും കക്കൂസി പോയാലോ പാട്ടുപാടരുത് തുടങ്ങി ഫോട്ടോ എടുക്കുന്നതും വീഡിയോ പിടിക്കുന്നതും ഗവൺമെന്റിന് കീഴിൽ ജോലി ചെയ്യുന്നതും വോട്ട് ചെയ്യുന്നതും ആണിനെയും പെണ്ണിനെയും ഒരേ പന്തലിൽ ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്നതും തുടങ്ങി ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വേദിയിലേക്ക് കയറ്റുന്നതിനെ വരേക്കും ഇവർ ഭയക്കുന്നെങ്കിൽ ഇവർക്ക് എന്തിനെയാണ് ഭയമില്ലാത്തത്? സ്ത്രീകളുടെ മുഖം പുറത്ത് കാണിക്കാൻ പാടില്ല, അതിനെ പേടി. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളുടെ പ്രൊഫൈൽ പിക്ചറിന് പകരം, കല്യാണ ഫോട്ടോയ്ക്ക് പകരം ഒരു പൂമ്പാറ്റയോ ഒരു ഫ്ലവറോ എന്തെങ്കിലും വെക്കും. ഇങ്ങനെ പെണ്ണ് ശരീരം മറയ്ക്കാതിരുന്നാലോ എന്നാലും പേടി. കാരണം പെണ്ണെങ്ങാനും കണ്ട ആണിനെങ്ങാനും ഒരു വികാരം തോന്നിയാലോ, ആണാണല്ലോ നരകത്തിലേക്ക് പോകുന്നത്. പെണ്ണിന്റെ പ്യൂരിറ്റിക്ക് വേണ്ടിയല്ല പെണ്ണിനോടാകെ മൂടാൻ പറയുന്നത്, പെണ്ണിനോട് കറുത്ത ചാക്കിനകത്ത് ഇറങ്ങാൻ പറയുന്നത് ആണിന്റെ പ്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ആണിന്റെ സ്വർഗം കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇങ്ങനെ തുടങ്ങി എല്ലാം പേടി. 4 ദിവസത്തിൽ കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നാൽ ഭാര്യ എങ്ങാനും വഴിതെറ്റിപ്പോകുമോ എന്ന് ഭയം. ഇങ്ങനെ ഭാര്യയുടെ നഗ്നത കണ്ടുപോയാൽ അയ്യോ എന്റെ സ്വർഗം പോകുമോ എന്ന ഭയം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇവർക്ക് ഭയമാണ്. സിൻസാറിലൊക്കെ ഹുദവി പറഞ്ഞത് ഓണസദ്യ കഴിക്കരുത് എന്ന്. അവിടെ നമ്മൾ ഡിപ്ലോമാറ്റിക് ആകണമെന്നാണ് പറഞ്ഞു തന്നത്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ക്രിസ്മസിനൊന്ന് വിഷ് ചെയ്യാമോ? പേടി. നമ്മുടെ ബാലുശ്ശേരി പറഞ്ഞത് കേട്ടില്ലേ? അമ്പലത്തിന് സംഭാവന കൊടുക്കരുത്, ഉമ്മയെ വ്യഭിചരിച്ചാലും സാരമില്ല, ഗുരുവായൂരപ്പ എന്ന് വിളിക്കരുത്. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇവർക്ക് ഭയമാണ്. നോമ്പ് സമയത്ത് അന്യമതസ്ഥർ വന്ന് നമ്മുടെ ഭക്ഷണം നമ്മുടെ ഹോട്ടലിലെങ്ങാനും കയറിയാലോ, അതുകൊണ്ട് ഹോട്ടലുകൾ തുറക്കണ്ട, നിന്ന് വെള്ളം കുടിക്കരുത്, നമ്മുടെ ഭക്ഷണം മാത്രം ഹലാലായിരിക്കട്ടെ, മറ്റുള്ളവരുടെതെല്ലാം ഹറാമാണ്, അതുകൊണ്ട് അതൊന്നും കഴിക്കരുത്. ഇനിയും ഖുർആൻ എങ്ങാനും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ വല്ലതും പറഞ്ഞാലോ, അതുകൊണ്ട് അവരുടെ വേദികളിലേക്ക് പോകണ്ട, അവരുടെ ഡിബേറ്റുകളിൽ പങ്കെടുക്കണ്ട, യുക്തിവാദികളുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കണ്ട. കാരണം നിങ്ങൾ വഴിതെറ്റിപ്പോകും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഞങ്ങളുടെ കയ്യിൽ ഉത്തരങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമാണ്. കാഫിറുകളെ ഭയമാണ്, ജൂതന്മാരെ ഭയമാണ്, അമേരിക്കയെ ഭയമാണ്, ഇസ്രായേലിനെ ഭയമാണ്, BJPയെ ഭയമാണ്, RSSനെ ഭയമാണ്, മോഡിയെ പേടി, അമിത്ഷായെ പേടി, യോഗിയെ പേടി, മുത്തലാഖെ പേടി, ഏക സിവിൽ കോഡ് പേടി, UPയെ പേടി. ഇങ്ങനെ തുടങ്ങി ഇവരുടെ ജീവിതത്തിൽ ഭയം എന്ന ഒന്ന് ഇല്ലായ്മ ചെയ്യുകയേ ഇല്ല. ഭയത്തെ ഉന്മൂലനം ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുകയേ ഇല്ല. ഇനി ഇന്ത്യൻ പട്ടാളത്തെ പോലും ഇവർക്ക് ഭയമാണ്. നമ്മുടെ മക്കളെയൊക്കെ ഇവർ ബലാത്സംഗം ചെയ്യും, വൃദ്ധരായ നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഇവർ വെട്ടിക്കൊല്ലും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ ഇന്ന് എന്തുകൊണ്ടാണ് നിർഭയത്വത്തോടു കൂടി ഇവിടെ ജീവിക്കുന്നത്? പാകിസ്ഥാൻ പട്ടാളം വന്ന് നമ്മളെ ആക്രമിക്കുമെന്ന് നമുക്ക് ഭയമില്ലാതെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കേണ്ടി വരുന്നത്? നമ്മൾ ഇവിടെ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ച് നമുക്ക് ഇവിടെ ജീവിക്കേണ്ടി വരുന്നത്, ജീവിക്കാൻ സാധിക്കുന്നത് അവിടെ ജീവൻ കളയാൻ തയ്യാറായി കുടുംബം ഇല്ലാതെ ഒറ്റപ്പെട്ട് ഏതു നിമിഷവും രാജ്യത്തിനു വേണ്ടി മരിക്കാൻ. ഇന്ത്യയിലുള്ള ഓരോ സഹോദരന്മാരും എന്റെ കൂടപ്പിറപ്പുകളാണ്, എന്റെ ഉദരനാണ്, എന്റെ സഹോദരനാണ്. എന്റെ മാതാവിന്റെ വയറ്റിൽ ജനിക്കാതെ തന്നെ കർമ്മം കൊണ്ട് ഞാൻ അവരുടെ സഹോദരനാണ്, അവരുടെ മകനാണ്, അവരുടെ പിതാക്കന്മാരാണ് എന്ന് ഒരുപാട് ആളുകൾ പ്രതിജ്ഞയെടുത്ത് രാജ്യത്തെ സംരക്ഷിക്കാൻ കാവല് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ നിർഭയരായി ജീവിക്കുന്നത്. എന്നാൽ നവാസ് മന്നാനി എന്ന് പറയുന്ന വലിയ കാലൻ ഇവിടെ പറഞ്ഞത് ഇന്ത്യൻ ആർമിക്കാർ നരകത്തിലേക്ക് റിക്രൂട്ട് അല്ലാഹു ചെയ്യപ്പെട്ട ആളുകളാണെന്നാണ്. അവരെ ഒന്നും വിശ്വസിക്കരുത് എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഒരു UAPA പോലും ചുമത്താൻ, ഏറ്റവും ചെറുതാണത്, അതുപോലും ചുമത്താൻ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷത്തിന് സാധിച്ചിട്ടില്ല. ഇനിയും പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത്, നമസ്കരിക്കുന്ന സമയത്ത് അറിയാതെങ്ങാനും ഒരു കീഴ്വായു പോയാൽ അപ്പോഴും ഭയക്കണം. ഇതാണ് ഇവരുടെ ഗതി. ഇനി കീഴ്വായു എങ്ങാനും പോയാലോ, ഇവരുടെ ബുദ്ധി ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 9 വയസ്സുള്ള കുട്ടിയുടെ തലച്ചോറിലേക്ക് മതതീവ്രവാദം കുത്തി നിറച്ചു കൊടുക്കാനുള്ള
ഇവരുടെ ബുദ്ധി എത്രമാത്രമാണ് കീഴ്വായു പോകുന്നത് ഇതുവഴിയാ, പിന്നീട് കൈയും കാലും മുഖവും കഴുകിയാൽ മതി, അവിടം വൃത്തിയാകും എന്ന രൂപത്തിൽ